we saw how to create a document like this and how to compile this to create a PDF document. So next we see the concept of classes and packages. Class specifies the type of the document to be created. Like in our example, we have created we have set the article type as article. Then there are different classes like book, reports, letters, slides. So if you want to typeset a book, then you need to give the classes book. ആർട്ടിക്കിളും ബുക്കും റിപ്പോർട്ടും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ദ എക്സ്പെക്ടേഷൻ ഈസ് അതൊരു ഒരു സിംഗിൾ ചാപ്റ്ററാണ്. ചാപ്റ്റർ എന്ന കൺസെപ്റ്റ് ഇല്ല, ഒരു സിംഗിൾ കണ്ടന്റ് ആണ്, പല ആർട്ടിക്കിൾസ് കൂടില്ല. ബുക്കിലാണെങ്കിൽ ദ തിങ് ഈസ് യു വിൽ ബി ഹാവിങ് ഡിഫറെന്റ് ചാപ്റ്റേഴ്സ്. അപ്പം ചാപ്റ്റർ വൈസ് ടൈപ്പ് സെറ്റ് ചെയ്യേണ്ട കേസ് ആണെങ്കിൽ നമുക്ക് ബുക്ക് അല്ലെങ്കിൽ റിപ്പോർട്ട് പ്രൊജക്ട് റിപ്പോർട്ടിന്റെ കേസിലും യു വിൽ ബി ഹാവിങ് ഡിഫറെന്റ് ചാപ്റ്റേഴ്സ്. അതിൽ ഓഡ് ഈവൻ പേജസ് തമ്മിൽ ടു സൈഡ് പ്രിന്റിങ് ആണെങ്കിൽ അതിന്റെ പേജ് മാർജിനൊക്കെ ഡിഫറൻസ് ഉണ്ട്. That will be automatically handled if you give the class as book. അപ്പം ആർട്ടിക്കിൾ വെച്ചിട്ട് അത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. ചാപ്റ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫീച്ചർ ആർട്ടിക്കിൾ ക്ലാസ്സിലില്ല. അപ്പം ചാപ്റ്റർ വൈസ് വേണമെങ്കിൽ റിപ്പോർട്ട് ആണെങ്കിൽ യു ക്യാൻ ഗീവ് റിപ്പോർട്ട്. ആൻഡ് റിപ്പോർട്ടിന്റെ കേസിൽ നമുക്ക് ടൈറ്റിൽ പേജ് ഒക്കെ സെറ്റ് ചെയ്യാം. ബുക്ക് പോലെ വേണമെങ്കിൽ യു ക്യാൻ ഗീവ് ദ ക്ലാസസ് ബുക്ക്. That is, the idea is that depending on the type of the document you want to create, you need to change the document class. Document class in the syntax, you can see that there is something in square bracket that is optional, and inside that you can give options. നമുക്ക് ഏത് പേപ്പറിലാണ് ഔട്ട്പുട്ട് വരേണ്ടത് അത് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഫോണ്ട് സൈസ് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. Like you can give A4 paper. A3 ആണെങ്കിൽ you can give A3 paper. Different paper sizes are supported by this LaTeX. A4 paper in this example code that is written that A4 paper and 11 point. Point എന്ന് പറയുന്നത് ഫോണ്ടിന്റെ സൈസിന്റെ ഒരു യൂണിറ്റ് ആണ് പോയിന്റ്. So this says that we are using a report class. And the output will be on A4 paper with 11 point. And the major document classes are article, book, report, letter, etc. And another most important concept is the concept of packages. So if you want to enhance the functionality of a document, existing document class കൂടുതൽ ഫീച്ചർ വേണം. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ഫിഗർ ഇൻസേർട്ട് ചെയ്യണം. അപ്പം ഫിഗർ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫീച്ചർ ഇല്ല. ഐ നീഡ് ടു റൈറ്റ് ദ കോഡ്. ആ കേസിൽ വാട്ട് ഐ ക്യാൻ ഡു ഈസ് അതൊരു പുതിയ ഫങ്ഷണാലിറ്റിയാണ്. ഫിഗർ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഐ നീഡ് ടു ഗെറ്റ് എ ന്യൂ ഫങ്ഷണാലിറ്റി. ഇൻ ദാറ്റ് കേസ് ഐ നീഡ് ടു ഇൻക്ലൂഡ് എ പാക്കേജ്. നമുക്ക് പാക്കേജിന് വേണമെങ്കിൽ ഒരു ലൈബ്രറി പോലെ തിങ്ക് ചെയ്യാം. എക്സ്ട്രാ ഫീച്ചർ വേണം, അതായത് ബേസിക് ആയിട്ടുള്ള ഒരു ഫീച്ചറിൽ നിന്ന്, ബേസിക് ആയ ടെംപ്ലേറ്റിൽ നിന്ന് എക്സ്ട്രാ ഫീച്ചേഴ്സ് വേണമെങ്കിൽ യു നീഡ് ടു ഇൻക്ലൂഡ് പാക്കേജസ്. അപ്പോൾ സാധാരണ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാക്കേജസ് എന്ന് പറയുന്നത് ഗ്രാഫിക് എക്സ് പാക്കേജ് ഉണ്ട്. ദാറ്റ് ഹെൽപ്പ് യു ടു ഇൻക്ലൂഡ് ദി ഇമേജസ്. ഹെഡർ ഫൂട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടി ദർ ഇസ് എ പാക്കേജ് കോൾഡ് ഫാൻസി ഹെഡർ. പേജിന്റെ ജോമെട്രി ലൈക്ക് പേജ് മാർജിൻസ് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി യു ക്യാൻ യൂസ് ജോമെട്രി. ഇനി ടെക്സ്റ്റിൽ കളർ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ടെക്സ്റ്റിന്റെ കളർ മാറ്റണമെങ്കിൽ ദർ ഇസ് എ പാക്കേജ് കോൾഡ് എക്സ് കളർ. ഇഫ് യു വാണ്ട് ടു ടൈപ്സ് എ ഡോക്യുമെന്റ് വിത്ത് ലോട്ട്സ് ഓഫ് മാത്തമാറ്റിക്കൽ കണ്ടന്റ്, പല മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ടൈപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി ദർ ഇസ് എ പാക്കേജ് കോൾഡ് AMS Math. AMS എന്ന് പറയുന്നത് AMS സ്റ്റാൻഡ്സ് ഫോർ അമേരിക്കൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റി. അമേരിക്കൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റി ഒഫീഷ്യലി പ്രൊവൈഡ് ചെയ്യുന്ന പാക്കേജാണ് AMS Math എന്ന് പറയുന്ന പാക്കേജ്. പല സ്റ്റാൻഡേർഡ് ജേർണൽസും അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഈ AMS Math പാക്കേജ് യൂസ് ചെയ്യേണ്ടി വരും. They will be accepting only LaTeX if they are accepting only LaTeX documents.
Then if you want to draw some figure, like square, അതുപോലെയുള്ള geometric figures include ചെയ്യണമെങ്കിൽ there is a package called TIX. Then source code include ചെയ്യണമെങ്കിൽ that will be helpful from a computer science point of view. There is a package called listings that will help you to easily incorporate code, source code. നമുക്ക് പൈത്തൺ കോഡ് നമ്മുടെ ഡോക്യുമെന്റിൽ സിൻടാക്സ് കറക്റ്റ് ആയിട്ട് സിൻടാക്സ് ഹൈലൈറ്റ് ചെയ്ത് കീവേഡ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് ദ പാക്കേജ് ലിസ്റ്റിംഗ്സ്. ഇങ്ങനെ ദർ ആർ തൗസൻഡ്സ് ഓഫ് പാക്കേജസ്. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാക്കേജ്. അതുപോലെ ഓരോ കേസിന് നമുക്ക് ഓരോ പാക്കേജസ് അവൈലബിൾ ആണ്. So LaTeX document, we have already seen document, begin document, end document, and I have told you that this is an environment that tells the LaTeX where the document starts. So the content should be between this begin document and end document environment. ഇങ്ങനെ പല എൻവയോൺമെന്റ്സ് ഉണ്ട്. അത് നമ്മൾ ഓരോ എൻവയോൺമെന്റ് നമ്മൾ ഇതുപോലെ കമാൻഡ്സ് ആയിട്ട് കൊടുക്കുമ്പോൾ യു ഷുഡ് പ്രീഫിക്സ് ഇറ്റ് വിത്ത് \.